ഒരു ഡ്രഗിൻ്റെ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇമാജിനറി ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വോളിയം എന്നത് റിയൽ അല്ലേ? ഇത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ലേൺ എഫിഷ്യന്റ് ഫാർമക്കോളജി മലയാളം ഫാർമക്കോകൈനറ്റിക്സ് പാർട്ട് 15. നമ്മുടെ ബോഡി 100 ml വെള്ളമുള്ള ഈ ടബ് പോലെയാണെന്ന് വിചാരിക്കുക. ഈ വെള്ളത്തിലേക്ക് ഒരു ഡ്രഗിൻ്റെ 100 mg ആഡ് ചെയ്യാം. ഡ്രഗ് എല്ലായിടത്തും ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു എമൗണ്ട് ബൈ വോളിയം ഇസ് ഈക്വൽ ടു 100 mg ഡിവൈഡഡ് ബൈ 100 ml ഇസ് ഈക്വൽ ടു 1 mg/ml. വോള്യത്തിന് പകരം ആഡ് ചെയ്ത ഡ്രഗിൻ്റെ എമൗണ്ടും വെള്ളത്തിലുള്ള ഡ്രഗിൻ്റെ കോൺസെൻട്രേഷനും അറിയാമെന്നുണ്ടെങ്കിൽ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഇക്വേഷനെ വോളിയം ഇസ് ഈക്വൽ ടു എമൗണ്ട് ബൈ കോൺസെൻട്രേഷൻ എന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ഈ ടബ് ബോഡി പോലെയാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് ഡ്രഗിനെ ഡോസ് ആയിട്ട് കണക്കാക്കാം. സാധാരണയായി കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നത് പ്ലാസ്മയിൽ നിന്നുമായതുകൊണ്ട് കോൺസെൻട്രേഷനെ പ്ലാസ്മ കോൺസെൻട്രേഷൻ ആക്കാം. ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വോളിയമാണ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വി ഡി. അങ്ങനെ വി ഡി ഈസ് ഈക്വൽ ടു ഡി ബൈ സി. ബോഡിയിൽ ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വോളിയം പ്ലാസ്മയും പ്ലാസ്മയ്ക്ക് പുറത്തുള്ള ടിഷ്യൂസും ചേർന്നതാണ്. ഇവിടെ ഈ 100 ml വോളിയത്തിൽ 10 ml പ്ലാസ്മയും ബാക്കി 90 ml ടിഷ്യൂസുമാണെന്ന് വിചാരിക്കുക. ഡ്രഗ് ഈവനായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ട് പ്ലാസ്മ കോൺസെൻട്രേഷൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ 1 mg/ml തന്നെയായിരിക്കും. വി ഡി കാൽക്കുലേറ്റ് ചെയ്താൽ വി ഡി ഈസ് ഈക്വൽ ടു ഡി ബൈ സി ഈസ് ഈക്വൽ ടു 100 mg ഡിവൈഡഡ് ബൈ 1 mg/ml ഈസ് ഈക്വൽ ടു 100 ml എന്ന് കിട്ടും. ഇത് ശരിക്കുള്ള വോളിയമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ ബോഡിയിൽ സാധാരണയായിട്ട് ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈവൻ ആയിട്ടായിരിക്കില്ല. അതുകൊണ്ട് പ്ലാസ്മയിലും ടിഷ്യൂസിലുമുള്ള കോൺസെൻട്രേഷൻസ് ഡിഫറൻ്റ് ആയിരിക്കാനാണ് സാധ്യത. പക്ഷേ നമ്മൾ കാൽക്കുലേഷൻസിന് ഉപയോഗിക്കുന്നത് പ്ലാസ്മ കോൺസെൻട്രേഷൻ തന്നെയാണ്, ടിഷ്യൂ കോൺസെൻട്രേഷൻസ് അല്ല. കാരണം പ്ലാസ്മ കോൺസെൻട്രേഷനാണ് മെഷർ ചെയ്യാൻ എളുപ്പം. ഇതെങ്ങനെ വർക്കൗട്ട് ആവും? ഇത് മനസ്സിലാക്കാനായി നമുക്ക് വേറെ ഒരു ഡ്രഗിനെ കൺസിഡർ ചെയ്യാം. ടിഷ്യൂസിലേക്ക് കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡ്രഗ്. മുമ്പത്തെ പോലെ നമുക്ക് 100 mg ഡ്രഗ് ആഡ് ചെയ്യാം. ഇതിൽ മിക്കവാറും ഡ്രഗ്, അതായത് 99 mg ടിഷ്യൂസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ബാക്കിയുള്ള 1 mg ആണ് 10 ml പ്ലാസ്മയിൽ ഉണ്ടാവുക. അപ്പോൾ പ്ലാസ്മ കോൺസെൻട്രേഷൻ 10 ml 1 mg, അതായത് 0.1 mg/ml ആയിരിക്കും. ഇനി ഈ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റി അറിയാത്ത ഒരാളാണ് വി ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിലോ? വി ഡി ഈസ് ഈക്വൽ ടു ഡി ബൈ സി ഈസ് ഈക്വൽ ടു 100 mg ഡിവൈഡ് ബൈ 0.01 mg/ml ഈക്വൽ ടു 1000 ml. പക്ഷേ നമുക്കറിയാം ആക്ച്വൽ വോളിയം 1000 ml അല്ല, 100 ml ഉള്ളൂ എന്ന്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ഇതിൻ്റെ കാരണം നേരത്തെ കണ്ടതുപോലെ ഡ്രഗ് ഈവൺ ആയിട്ടാണ് ഇവിടെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് അയാൾ അസ്യൂം ചെയ്തത്. അതുകൊണ്ട് അയാൾ പ്ലാസ്മ കോൺസെൻട്രേഷൻ മാത്രം മെഷർ ചെയ്യുകയും അതുതന്നെയായിരിക്കും ടിഷ്യൂ കോൺസെൻട്രേഷൻ എന്ന് അസ്യൂം ചെയ്യുകയും ചെയ്തു. ഈ അസംഷൻ ശരിയല്ലാത്തതുകൊണ്ട് അയാൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് ആക്ച്വൽ ഫിസിക്കൽ വോളിയം അല്ല, ഒരു ഹൈപ്പോത്തറ്റിക്കൽ അല്ലെങ്കിൽ അപ്പാരന്റ് വോളിയമാണ്. ഇങ്ങനെ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു അസംഷൻ ഉണ്ട്. പ്ലാസ്മ കോൺസെൻട്രേഷന് ഈക്വൽ ആയിട്ടാണ് ബോഡിയിൽ എല്ലായിടത്തും ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന അസംഷൻ. ഇതാണ് വീഡിയോയുടെ ഡെഫിനേഷൻ്റെ ബേസിസ്. അതിനെ അപ്പാരന്റ് എന്ന് വിളിക്കാൻ കാരണം അത് പ്ലാസ്മ കോൺസെൻട്രേഷനിൽ നിന്നും ഇൻഫർ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആയതുകൊണ്ടാണ്. നമ്മൾ കണ്ടതുപോലെ അത് ബോഡിയിലെ റിയൽ മെഷറബിൾ വോളിയമായിട്ട് കറസ്പോണ്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ വീഡിയോ ഒരു അപ്പാരന്റ് വോളിയം ആണെങ്കിൽ അതുകൊണ്ട് എന്താ പ്രയോജനം? ഒരു ഡ്രഗിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്റ്റെൻഡ് മനസ്സിലാക്കാൻ നമുക്ക് പ്ലാസ്മ കോൺസെൻട്രേഷൻസ് മാത്രം മതി. ടിഷ്യൂ കോൺസെൻട്രേഷൻസ് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ കണ്ടതുപോലെ ലാർജ് വീഡിയോ ഉള്ള ഒരു ഡ്രഗ് പ്ലാസ്മയെ അപേക്ഷിച്ച് ടിഷ്യൂസിലേക്കാണ് കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇനി ടിഷ്യൂസിലേക്ക് അധികം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത ഒരു ഡ്രഗിൻ്റെ കാര്യം നോക്കാം. നമുക്ക് 100 mg ഡ്രഗ് ആഡ് ചെയ്യാം. ടിഷ്യൂ ഡിസ്ട്രിബ്യൂഷൻ മിനിമൽ ആയതുകൊണ്ട് വെറും 1 mg ആണ് ടിഷ്യൂസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ 99 mg പ്ലാസ്മയിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ പ്ലാസ്മ കോൺസെൻട്രേഷൻ 10 ml 99 mg, അതായത് 9.9 mg/ml ആണ്. ഇനി ഡ്രഗിൻ്റെ അപ്പാരന്റ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. വി ഡി ഈസ് ഈക്വൽ ടു ഡി ബൈ സി ഈസ് ഈക്വൽ ടു 100 mg ഡിവൈഡ് ബൈ 9.9 mg/ml ഈസ് ഈക്വൽ ടു 10.1 ml. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഈ വാല്യൂം പ്ലാസ്മ വോളിയവും ഏകദേശം ഈക്വൽ ആണെന്ന് കാണാം. അതായത് ഒരു ഡ്രഗിൻ്റെ ടിഷ്യൂ ഡിസ്ട്രിബ്യൂഷൻ മിനിമൽ ആണെങ്കിൽ അതിൻ്റെ വി ഡി പ്ലാസ്മ വോളിയത്തോട് വളരെ അടുത്തായിരിക്കും. ടിഷ്യൂസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത ഡ്രഗ് പ്ലാസ്മയിൽ തന്നെ നിൽക്കുമെന്നത് കോമൺ സെൻസ് അല്ലേ? വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ക്ലിയറൻസിനെ പറ്റി മനസ്സിലാക്കാൻ തൊട്ട് മുൻപിലത്തെ വീഡിയോ കാണുക. അടുത്ത വീഡിയോയിൽ ഈ 2 PK പാരാമീറ്റേഴ്സും എങ്ങനെയാണ് ഒരു സ്റ്റഡി സ്റ്റേറ്റ് പ്ലാസ്മ കോൺസെൻട്രേഷൻ അച്ചീവ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളെ സഹായിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇവിടെ കുറച്ച് ഗുഡ് ടു നോ ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്.
ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ സമ്മറി.